നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 54-ാമത്തെ പേജിലെ 4-ാമത്തെയും 5-ാമത്തെയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. 4-ാമത്തെ ചോദ്യത്തിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ പിക്ചർ എന്താണ്? ബേസ് സെയിം ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾസ് ആണ് ആദ്യത്തെ പിക്ചറിൽ തന്നിരിക്കുന്നത്. രണ്ടാമത്തെ പിക്ചറിലോ ആ സെയിം ട്രയാങ്കിൾസിന്റെ സൈഡുകളുടെ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചേക്കുക. ഇവിടെ ഈ ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്ന ഈ ക്വാഡ്രിലാറ്ററൽ. ഇനി നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പ്രൂവ് ദാറ്റ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലോഗ്രാം. ഈ ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്ന ഈ ക്വാഡ്രിലാറ്ററൽ ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം. അതെങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാൻ ഈ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. ABC എന്ന ഈ വലിയ ട്രയാങ്കിൾ. ഇൻ ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിളിന്റെ സൈഡുകളിലെ പോയിന്റുകളാണല്ലോ എച്ചും ജിയും. ആ പോയിന്റുകളുടെ പ്രത്യേകത എന്താ? AC-യുടെ മിഡ് പോയിന്റ് ആണ് എച്ച്, അതുപോലെ തന്നെ BC-യുടെ മിഡ് പോയിന്റ് ആണ് ജി അല്ലെ. എച്ച് ആൻഡ് ജി ആർ മിഡ് പോയിന്റ്സ് ഓഫ് AC and BC റെസ്പെക്റ്റീവ്ലി. എച്ചും ജിയും മിഡ് പോയിന്റുകൾ ആയതുകൊണ്ട് എച്ച് ജി എന്ന ഈ ലൈനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ വരയ്ക്കുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലും അതിന്റെ ഹാഫും ആയിരിക്കും അല്ലെ. അതായത് എച്ച് ജി ആർക്ക് പാരലായിരിക്കും? എ ബിക്ക് പാരലും ആയിരിക്കും, എ ബിയുടെ ഹാഫും ആയിരിക്കും. അതായത് എച്ച് ജി പാരലൽ ടു ആരായിരിക്കും? എ ബി. ആൻഡ് എച്ച് ജിയുടെ ലെങ്ത് എങ്ങനെയായിരിക്കും? എച്ച് ജി ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എ ബി ആയിരിക്കും. അടുത്തത് ഞാൻ ഈ ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാനായിട്ട് പോവാ. ട്രയാങ്കിൾ ABD. ഇൻ ട്രയാങ്കിൾ ABD ഇയും എഫും എന്താണ്? AD-യുടെ മിഡ് പോയിന്റ് ആണ് ഇ, അതുപോലെ തന്നെ BD-യുടെ മിഡ് പോയിന്റ് ആണ് എഫ് അല്ലെ. അതായത് ഇ ആൻഡ് എഫ് ആർ മിഡ് പോയിന്റ്സ് ഓഫ് AD and BD റെസ്പെക്റ്റീവ്ലി. ഇയും എഫും മിഡ് പോയിന്റ് ആയതുകൊണ്ട് EF എന്ന ഈ ലൈനെ കുറിച്ച് എന്ത് പറയാം? രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റ് നമ്മൾ കണക്ട് ചെയ്യുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലും ഹാഫും ആയിരിക്കും അല്ലെ. അതായത് EF പാരലൽ ടു AB ആയിരിക്കും, അതുപോലെ തന്നെ EF ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് AB ആയിരിക്കും. ഇനി ഇവിടെ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻസ് നോക്കിക്കേ. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? എച്ച് ജി എ ബിയോട് പാരലാണ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ EF-ഉം ആരോട് പാരലാണ്? AB-യോട് പാരലാണ് അല്ലെ. അതായത് ഈ വരച്ചിരിക്കുന്ന എച്ച് ജിയും EF-ഉം AB-യോട് പാരലാണെന്ന് നമുക്ക് കിട്ടി. അതായത് അവിടെ നമുക്ക് എന്ത് പറയാം? എച്ച് ജിയും EF-ഉം പാരലാണെന്ന് പറയാം അല്ലെ. അതായത് എച്ച് ജി ഈസ് പാരലൽ ടു EF എന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാം. അതുപോലെ തന്നെ എച്ച് ജിയുടെ ലെങ്ത് എന്താണ്? ഹാഫ് ഓഫ് AB ആണ് അല്ലെ. EF-ന്റെ ലെങ്തോ അതും ഹാഫ് ഓഫ് AB തന്നെയാണ്. അതായത് എച്ച് ജിയും EF-ഉം ഈക്വൽ ആയിരിക്കില്ലേ? രണ്ടും ഹാഫ് ഓഫ് AB ആണ്, അതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആയിരിക്കൂലേ. അതുകൊണ്ട് നമുക്ക് പറയാം എച്ച് ജി ഈക്വൽ ടു EF ആയിരിക്കും. ഇവിടെ ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. എച്ച് ജിയും EF-ഉം പാരലാണെന്ന് കിട്ടി, അതുപോലെ തന്നെ എച്ച് ജിയും EF-ഉം ഈക്വലും ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതൊരു പാരലോഗ്രാം ആയിരിക്കില്ലേ? പാരലോഗ്രാം ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലും ആണെന്ന് പറഞ്ഞാൽ മതി, അതൊരു പാരലോഗ്രാം ആകും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഓപ്പോസിറ്റ് സൈഡ്സ് ഏതൊക്കെ? എച്ച് ജിയും EF-ഉം പാരലാണെന്നും കിട്ടി, അതുപോലെ തന്നെ അത് ഈക്വൽ ആണെന്ന് കിട്ടി. അതുകൊണ്ട് EFGH എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം ആയിരിക്കും അല്ലെ. അതായത് EFGH ഈസ് എ പാരലോഗ്രാം. അടുത്തത് രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഡിസ്ക്രൈബ് ദ പൊസിഷൻസ് ഓഫ് ദ പോയിന്റ്സ് ഓൺ ദ ടോപ്പ് ഫോർ ദിസ് ക്വാഡ്രിലാറ്ററൽ ടു ബി ഫസ്റ്റ് റോംബസ്, ദെൻ റെക്ടാങ്കിൾ, ദെൻ സ്ക്വയർ. അതായത് ഈ ടോപ്പിലെ ഈ പോയിന്റുകൾ ഏതൊക്കെ? എയും ഡിയും. അതെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ നടുവിലെ പാരലോഗ്രാം റോംബസ് ആകും, അതുപോലെ തന്നെ റെക്ടാങ്കിൾ ആകും, അടുത്തത് സ്ക്വയർ ആകും എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നടുവിൽ ഒരു റോംബസ് കിട്ടാനായിട്ട് ഈ എയും ഡിയും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. എന്താ റോംബസിന്റെ പ്രത്യേകതകള്? ഈ പാരലോഗ്രാമിന്റെ സൈഡുകളെല്ലാം ഈക്വൽ ലെങ്ത് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ റോംബസ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോൾ നോക്കിക്കേ, ഈ പാരലോഗ്രാമിന്റെ സൈഡുകൾ എത്രയൊക്കെയാണ്? ഇത് 3.5 വെച്ച് അല്ലെ. ഈ സൈഡ് 3.5 വെച്ച്, ഈ രണ്ട് സൈഡോ
1.93 വെച്ചാണ് ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡുകൾ. ഇപ്പൊ റോംബസ് ആണെങ്കിൽ എന്താണ് വേണ്ടേ? 4 സൈഡും ഈക്വൽ ലെങ്ത് ആയിരിക്കണം, അതാണ് റോംബസ്. ഞാൻ ഇനി ഈ എ എന്ന് പറയുന്ന പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോവുക. എന്ത് നമുക്ക് കിട്ടണം? ഇതൊരു റോംബസ് ആയിട്ട് കിട്ടണം അല്ലെ? ഇപ്പോൾ ഞാൻ ഇവിടെ എനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോവുക. എപ്പോഴാണ് ഇതെല്ലാം ഈക്വൽ ആവുന്നതെന്ന് നോക്കാം. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഈ സൈഡുകളെല്ലാം 3.5 വെച്ച് കിട്ടിയല്ലേ? എല്ലാ സൈഡുകളും 3.5 വെച്ച് കിട്ടി. അതായത് എനെ ഏത് പൊസിഷനിൽ വെച്ചപ്പോഴാണ് ഇതെല്ലാം 3.5 വെച്ച് കിട്ടിയത്? ഇവിടെ നോക്കിക്കേ, ഈ വലിയ ട്രയാങ്കിളിന്റെ ബേസ് എത്രയായിരുന്നു? 7 സെന്റിമീറ്റർ അല്ലെ? രണ്ട് ട്രയാങ്കിൾസിന്റെയും ടോപ്പുകൾ തമ്മിലുള്ള ലെങ്ത് 7 സെന്റിമീറ്റർ ആക്കിയപ്പോഴാണ് എന്ത് കിട്ടിയത്? എനിക്കിവിടെ റോംബസ് കിട്ടിയത്. അതായത് ഏതൊക്കെ ഈക്വൽ ആയിരിക്കണം? ബേസിന്റെ ലെങ്തും ഈ ട്രയാങ്കിൾസിന്റെ ടോപ്പുകളുടെ ലെങ്തും ഈക്വൽ ആയിരിക്കണം. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? റോംബസ് കിട്ടുന്നത്. അതായത് കണ്ടീഷൻ ആയിട്ട് എങ്ങനെ എഴുതാം? വെൻ BC ഈക്വൽ ടു DA അല്ലെ? DA then we get ഏത് ഫിഗർ? റോംബസ് അല്ലെ? റോംബസ്. അടുത്തത് റെക്ടാങ്കിൾ കിട്ടുന്ന എപ്പോഴാണെന്ന് ചോദിച്ചേക്കുന്നത് അല്ലെ? അപ്പോൾ വീണ്ടും ഞാൻ എനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പോവുക. ഇവിടെ കോണുകളെല്ലാം എത്രയാണ്? 90 ഡിഗ്രി വെച്ചാണ് അല്ലെ? അതായത് ഇപ്പോൾ നമുക്കൊരു റെക്ടാങ്കിൾ കിട്ടി. അപ്പോൾ റെക്ടാങ്കിൾ കിട്ടാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? എയും ഡിയും തമ്മിൽ കണക്ട് ചെയ്ത് വരച്ചിരിക്കുന്ന ഈ ലൈൻ നമ്മുടെ ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോഴാണ്, ഇവിടെ 90 ഡിഗ്രി കിട്ടിയതാണല്ലോ, ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോഴാണ് എന്ത് വരുന്നത്? നമുക്കൊരു റെക്ടാങ്കിൾ കിട്ടുന്നത്. പെർപെൻഡിക്കുലർ അല്ലാണ്ട് ഞാൻ ഇച്ചിരി ചെരിച്ച് നോക്കിയാലോ, നമുക്ക് റെക്ടാങ്കിൾ ആകത്തില്ല അല്ലെ? കോണുകളുടെ അളവ് 90 ഡിഗ്രി ആകത്തില്ല. ഞാൻ കറക്റ്റ് 90 ഡിഗ്രി വെക്കുവാണ്. ഇവിടെ 90 ഡിഗ്രി ആയപ്പോൾ കോണുകളെല്ലാം എത്ര ഡിഗ്രി വെച്ചായി? 90 ഡിഗ്രി വെച്ചായി അല്ലെ? അതായത് നമുക്കൊരു റെക്ടാങ്കിൾ കിട്ടി. അപ്പൊ എന്താ കണ്ടീഷൻ? എയും ഡിയും കണക്ട് ചെയ്യുന്ന ഈ ലൈൻ BCക്ക് പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് എന്ത് വരുന്നത്? നമുക്കൊരു റെക്ടാങ്കിൾ കിട്ടുന്നത്. അതായത് കണ്ടീഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? വെൻ BC ഈസ് പെർപെൻഡിക്കുലർ ടു AI അല്ലെ? AI then we get റെക്ടാങ്കിൾ. അടുത്ത ലാസ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? സ്ക്വയർ കിട്ടുന്ന എപ്പോഴാണെന്ന് അല്ലെ? സ്ക്വയർ കിട്ടുന്ന എപ്പോഴായിരിക്കും? റോംബസിന്റെയും റെക്ടാങ്കിളിന്റെയും കണ്ടീഷൻസ് ഒരുമിച്ച് വരുമ്പോഴല്ലേ സ്ക്വയർ കിട്ടുന്നത്. അതായത് BC ഈക്വൽ ടു DA ആയിരിക്കണം, BC പെർപെൻഡിക്കുലർ ടു AI ആയിരിക്കണം അല്ലെ? നമുക്ക് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ. DA ഈക്വൽ ടു 7 സെന്റിമീറ്റർ ആക്കി. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ എന്തായി? സൈഡുകളെല്ലാം 3.5 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ആംഗിള് 90 ഡിഗ്രി വീതമാണ് അല്ലെ? അതായത് ഇതൊരു സ്ക്വയർ ആയില്ലേ? അപ്പോൾ എന്താ കണ്ടീഷൻസ്? BC ഈക്വൽ ടു DA ആയിരിക്കണം, BC പെർപെൻഡിക്കുലർ ടു AI ആയിരിക്കണം അല്ലെ? BC ഈക്വൽ ടു DA ആൻഡ് BC പെർപെൻഡിക്കുലർ ടു AI, then we get square. ഇപ്പോൾ റോംബസ് ആണുള്ള കണ്ടീഷൻ BC ഈക്വൽ ടു DA ആയിരിക്കണം. അതായത് ബേസും ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ടോപ്പ് പോയിന്റും തമ്മിൽ ഈക്വൽ ലെങ്ത് ആയിരിക്കണം. അടുത്ത റെക്ടാങ്കിൾ അങ്ങനെ തന്നെ കണ്ടീഷൻ BCയും AAയും പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലെ? അതായത് ബേസും ADയിലൂടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അതും പെർപെൻഡിക്കുലർ ആയിട്ട് വരണം. സ്ക്വയർ ആണുള്ള കണ്ടീഷനോ BC ഈക്വൽ ടു DAയും BC പെർപെൻഡിക്കുലർ ടു AAയും ആയിരിക്കണം. അടുത്ത മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് വുഡ് ബി ഗെറ്റ് ഓൾ ദീസ് if one point is taken above the line and one below. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസും ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് എങ്കിൽ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ട്രയാങ്കിളിന്റെ ഈ പോയിന്റ് ഞാൻ ഈ ലൈനിന്, അതായത് BC എന്ന ലൈനിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കാനായിട്ട് പോവുക. D ഇതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കാനായിട്ട് പോവുക. ഇപ്പോഴും ഓപ്പോസിറ്റ് സൈഡിലായി അല്ലേ? അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ കണ്ടീഷൻ എന്നായിരുന്നു? BC ഈക്വൽ ടു DA ആണെങ്കിൽ അതൊരു റോംബസ് ആയിരിക്കും എന്നല്ലായിരുന്നു ആദ്യത്തെ കണ്ടീഷൻ. അതായത് BCയുടെ ലെങ്ത് 7 സെന്റിമീറ്റർ, DAയുടെ ലെങ്തും 7 സെന്റിമീറ്റർ തന്നെ ആക്കി നോക്കിയാലോ. DA ഇവിടെ 10.86 സെന്റിമീറ്റർ ആണ്. അത് എത്രയാക്കി നോക്കണം? 7 സെന്റിമീറ്റർ തന്നെ ആക്കി നോക്കണം. ഞാൻ ഇവിടെ പതിയെ താഴത്തേക്ക് വെക്കുവാണ്. എത്ര സെന്റിമീറ്റർ ആക്കണം? 7 സെന്റിമീറ്റർ ആക്കണം. ഇപ്പോൾ BC 7 സെന്റിമീറ്റർ ആണ്, DAയും 7 സെന്റിമീറ്റർ തന്നെയാണ് അല്ലെ? അപ്പോൾ എനിക്ക് റോംബസ് തന്നെയാണ് കിട്ടുന്നതെന്ന് നോക്കിക്കേ. ഈ പാരലോഗ്രാമിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണോ?
ഈ സൈഡ് 3.5, ഇത് 3.5, എല്ലാ സൈഡ്സും 3.5 തന്നെയാണ് അല്ലേ? അതുകൊണ്ട് ഇതൊരു റോംബസ് ആണ്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ ഇതിനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്നാ പറയുന്നത്? ബി സി പെർപെൻഡിക്കുലർ ടു എ ഐ ആണെങ്കിൽ ഇതൊരു റെക്ടാങ്കിൾ ആയിരിക്കും. അതല്ല രണ്ടാമതായിട്ട്. അപ്പോൾ ഞാൻ ബി സിയും എ ഐയും പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കാനായിട്ട് പോവാം. ഇപ്പോൾ ഇത് 90 ഡിഗ്രി ആയല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാരലോഗ്രാമിന് എന്ത് സംഭവിച്ചു? അതൊരു റെക്ടാങ്കിൾ ആയല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. 3.5, 3.5, ഇവിടെയോ 3.63, 3.63. അതുപോലെ തന്നെ ആംഗിളുകളെല്ലാം 90 ഡിഗ്രിയും വെച്ചാണ്. അതുകൊണ്ട് ഇതൊരു റെക്ടാങ്കിൾ ആണ്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്നാ? ബി സി ഈക്വൽ ടു ഡി എയും ആയിരിക്കണം, ബി സി പെർപെൻഡിക്കുലർ ടു എ ഐയും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതൊരു സ്ക്വയർ ആയിരിക്കും. ഞാൻ വീണ്ടും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ബി സിയും ഡി എയും ഈക്വൽ ആക്കാനായിട്ട് പോവാം. ബി സി 7 സെന്റിമീറ്റർ ആണ്, ഡി എ ഇവിടെ 7.26 സെന്റിമീറ്റർ ആണ് അല്ലെ? അത് ഞാൻ 7 സെന്റിമീറ്റർ ആക്കാനായിട്ട് പോവാം. ഇപ്പോൾ ബി സിയും ഡി എയും 7 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ബി സി പെർപെൻഡിക്കുലർ ടു എ യുമാണ് അല്ലെ? 90 ഡിഗ്രിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററൽ എന്തായി? സൈഡുകളെല്ലാം 3.5 സെന്റിമീറ്റർ വെച്ചായി. അതുപോലെ തന്നെ ആംഗിള് 90 ഡിഗ്രി വെച്ചായി അല്ലെ? അതായത് അതൊരു സ്ക്വയർ ആയി. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം, ഈ ട്രയാങ്കിൾസ് ബേസിന്റെ അതായത് ബി സിയുടെ 2 സൈഡിലേക്ക് വരച്ചാലും ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നാ? ഏതൊരു ക്വാഡ്രിലാറ്ററലിന്റെയും സൈഡുകളിലെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ക്വാഡ്രിലാറ്ററൽ അത് പാരലോഗ്രാം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ? ഇവിടെ ഞാൻ ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. അതിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ക്വാഡ്രിലാറ്ററലും വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? പുതിയ ക്വാഡ്രിലാറ്ററൽ EFGH എന്ന ഈ ക്വാഡ്രിലാറ്ററൽ ഒരു പാരലോഗ്രാം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒരു ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാം ആണെന്ന് എങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലും ഈക്വലും ആണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ ഒരു പാരലോഗ്രാം ആയിരിക്കും അല്ലെ? അപ്പോൾ ഞാനിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് EFGH എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലുമാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പോവാം. അതിനുവേണ്ടി ഞാൻ ഈ വലിയ ക്വാഡ്രിലാറ്ററിന്റെ ഒരു ഡയഗണൽ വരയ്ക്കാനായിട്ട് പോവാം. ഇവിടെ ഞാൻ വലിയ ക്വാഡ്രിലാറ്ററിന്റെ അതായത് ABCDയുടെ ഒരു ഡയഗണൽ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഡയഗണൽ വരച്ചപ്പോൾ ഈ വലിയ ക്വാഡ്രിലാറ്ററിനെ 2 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയല്ലോ. ആദ്യത്തെ ട്രയാങ്കിൾ ABD കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇൻ ട്രയാങ്കിൾ ABD ഇയും എച്ചും എന്താണ്? ABയുടെ മിഡ് പോയിന്റ് ആണ് E അല്ലെ? അതുപോലെ തന്നെ ADയുടെ മിഡ് പോയിന്റ് ആണ് H. അതായത് ഈ ട്രയാങ്കിൾ ABDയിൽ ABയുടെയും ADയുടെയും മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരച്ചിരിക്കുന്ന ലൈനാണ് EH അല്ലെ? 2 സൈഡുകളുടെ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലും മൂന്നാമത്തെ സൈഡിന്റെ ഹാഫും ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? EH പാരലൽ ടു BDയും ആയിരിക്കും, EH BDക്ക് ഹാഫും ആയിരിക്കും അല്ലെ? കാരണം എന്നാ? E and H are midpoints of AB and AD respectively. അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. BCD എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഇൻ ട്രയാങ്കിൾ BCD BCD പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ എഫും ജിയും എന്താണ്? BCയുടെ മിഡ് പോയിന്റ് ആണ് F, അതുപോലെ തന്നെ DCയുടെ മിഡ് പോയിന്റ് ആണ് G അല്ലെ? അതായത് ഈ ട്രയാങ്കിളിന്റെ 2 സൈഡുകളിലെ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് FG എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ പ്രത്യേകത എന്താ? ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡുകളുടെ മിഡ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന്റെ പാരലും അതിന്റെ ഹാഫും ആയിരിക്കും അല്ലെ? അതായത് FG എന്ന് പറയുന്നത് BDക്ക് പാരലും BDയുടെ ഹാഫും ആയിരിക്കും. അതിനുള്ള കാരണം എന്നാ? F and G are midpoints of BC and DC respectively. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. EH BDക്ക് പാരലാണ്, അതുപോലെ തന്നെ EH BDയുടെ ഹാഫ് ആണ്. രണ്ടാമത്തെ കാര്യമോ FG BDക്ക് പാരലാണ്, അതുപോലെ തന്നെ FG BDയുടെ ഹാഫും ആണ്. ഈ 2 കാര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ EFGH എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം ആയിട്ട് കിട്ടുമോ? EH BDക്ക് പാരലാണ്, അതുപോലെ തന്നെ FG BDക്ക് പാരലാണ് അല്ലെ? അതായത് നമുക്ക് എന്ത് പറയാം? EHും FGയും പരസ്പരം പാരലാണെന്ന് പറയാം അല്ലെ? അതായത് EH
ഈസ് പാരലൽ ടു എഫ് ജി എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇവയുടെ ലെങ്തോ, ഇ എച്ചിന്റെ ലെങ്ത് എന്തോരമാണ്? ഹാഫ് ഓഫ് ബി ഡി. അതേ ലെങ്ത് തന്നെയല്ലേ എഫ് ജിക്ക്? എഫ് ജിയുടെ ലെങ്ത് എത്രയാണ്? ഹാഫ് ഓഫ് ബി ഡി അല്ലേ? അതായത് രണ്ടിന്റെയും ലെങ്ത് ഹാഫ് ഓഫ് ബി ഡി ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇ എച്ച് ഈക്വൽ ടു എഫ് ജി എന്ന് നമുക്ക് പറയാം. ഇ എച്ച് ഈക്വൽ ടു എഫ് ജി. ഇ എച്ച് എഫ് ജിക്ക് പാരലുമാണ്, ഇ എച്ചും എഫ് ജിയും ഈക്വലുമാണ് അല്ലെ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലുമാണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? പാരലോഗ്രാം ആയിരിക്കും അല്ലെ? അതായത് ഇ എഫ് ജി എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് എ പാരലോഗ്രാം. നമുക്ക് ഇ എഫ് ജി എച്ച് എന്ന് പറയുന്ന ഈ നടുവിലത്തെ ക്വാഡ്രിലാറ്ററൽ എന്തായിട്ട് കിട്ടി? പാരലോഗ്രാം ആയിട്ട് കിട്ടി. ഈ വലിയ ക്വാഡ്രിലാറ്ററലിനെ രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റിയാണ് നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്തത്. അടുത്തത് അതിന്റെ രണ്ടാമത്തെ പാർട്ട്. എക്സ്പ്ലെയിൻ വാട്ട് ഷുഡ് ബി ദ ഒറിജിനൽ ക്വാഡ്രിലാറ്ററൽ ടു ഗെറ്റ് ദ ഇന്നർ ക്വാഡ്രിലാറ്ററൽ ആസ് റോംബസ്, റെക്ടാംഗിൾ, സ്ക്വയർ. നമ്മളോട് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ വലിയ ക്വാഡ്രിലാറ്ററല് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലാണ് ഈ നടുവിലുള്ള പാരലോഗ്രാം ഒരു റോംബസ് ആയിട്ട് മാറുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോംബസിന്റെ പ്രത്യേകത എന്താ? 4 സൈഡ്സ് ഈക്വൽ ആയിരിക്കണം അല്ലെ? അതായത് ഈ പാരലോഗ്രാമിന്റെ എല്ലാ സൈഡുകളും ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ജി എച്ച് അതായത് ഈ സൈഡ് 3.5 സെന്റിമീറ്റർ, അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡും 3.5 സെന്റിമീറ്റർ. ദെൻ പാരലോഗ്രാമിന്റെ ഇ എച്ച് അതായത് ഈ സൈഡ് 2.66 സെന്റിമീറ്റർ, ഇവിടെയോ 2.66 സെന്റിമീറ്റർ, ഓപ്പോസിറ്റ് സൈഡാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? റോംബസ് ആണ് വേണ്ടത് അല്ലെ? അതായത് ഈ 4 സൈഡും ഈക്വൽ ആയിരിക്കണം, അതാണ് റോംബസ്. അപ്പൊ ഞാൻ ഇവിടെ ഡി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോവാം. ഡി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? നടുവിലത്തെ ഈ പാരലോഗ്രാമിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് കിട്ടണം. ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തപ്പോ ഈ പാരലോഗ്രാമിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് കിട്ടിയില്ലേ? ഈ സൈഡ് 3.5, ഇവിടെ 3.5, ഇതും 3.5, എല്ലാ സൈഡും 4 സൈഡും എത്ര തന്നെ കിട്ടി? 3.5 കിട്ടി അല്ലെ? അതായത് ഇത് റോംബസ് കിട്ടാൻ എന്തായിരിക്കണം കണ്ടീഷൻ? ഇവിടെ ഞാൻ മറ്റു 2 അളവ് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? എ സി, എ മുതൽ സി വരെയുള്ളത് 7 സെന്റിമീറ്റർ എന്ന്. ബി ഡിയോ ഇവിടെ ബി തൊട്ട് ഡി വരെ 7 സെന്റിമീറ്റർ അല്ലെ? ഈ എ സിയും ബി ഡിയും എന്താ? നമ്മുടെ വലിയ ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണൽസ് അല്ലെ? അതായത് വലിയ ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണൽസ് 7 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ നടുവിലുള്ള ആ ഫിഗർ എന്ത് കിട്ടുള്ളൂ? റോംബസ് കിട്ടത്തുള്ളൂ. ഇവിടെ ഡയഗണൽസ് 2 ഈക്വൽ അല്ലേ? 7 സെന്റിമീറ്റർ വെച്ചാ അല്ലെ? അപ്പോൾ ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആ നടുവിലുള്ള പാരലോഗ്രാം എന്തായിട്ട് കിട്ടും? റോംബസ് ആയിട്ട് കിട്ടും. അതായത് when the diagonals of original quadrilateral is become equal, then we get the inner quadrilateral as rhombus. അടുത്തത് ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? റെക്ടാംഗിൾ ആകുന്നത് എപ്പോഴാണെന്ന് അല്ലേ? അതായത് വീണ്ടും ഞാൻ ഈ ലാർജ് ക്വാഡ്രിലാറ്ററൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ മിഡിലിൽ കിട്ടിയിരിക്കുന്ന ആ പാരലോഗ്രാം എപ്പോഴാണ് റെക്ടാംഗിൾ ആകുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ ഈ അകത്തെ പാരലോഗ്രാം ഒരു റെക്ടാംഗിൾ ആയില്ലേ? എല്ലാ ആംഗിൾസും 90 ഡിഗ്രി അല്ലേ? അതായത് ഇത് ഒരു റെക്ടാംഗിൾ ആയിട്ട് കിട്ടിയില്ലേ? എപ്പോഴാണ് നമുക്കത് റെക്ടാംഗിൾ ആയിട്ട് കിട്ടിയത്? ഈ 2 ഡയഗണൽസ് 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ പാരലോഗ്രാം ഒരു റെക്ടാംഗിൾ ആയിട്ട് കിട്ടിയത്. അപ്പോൾ റെക്ടാംഗിൾ ആകാനുള്ള കണ്ടീഷൻ എന്നാ? വലിയ ക്വാഡ്രിലാറ്ററലിന്റെ 2 ഡയഗണൽസും 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യണം. അതായത് രണ്ടാമത്തത് എന്താ? when the diagonals of original quadrilateral is perpendicular, then we get rectangle. അടുത്ത മൂന്നാമത്തെ എന്താ? സ്ക്വയർ ആയിരിക്കണം അല്ലെ? അപ്പോൾ എപ്പോഴും സ്ക്വയർ ആവേണ്ടത്? റോംബസിന്റെയും റെക്ടാംഗിളിന്റെയും പ്രത്യേകതകൾ ഒരുമിച്ച് വരുമ്പോഴാണ് അതൊരു സ്ക്വയർ ആകുന്നത് അല്ലെ? അപ്പോൾ റോംബസ് ആകാനുള്ള പ്രത്യേകത എന്തായിരുന്നു? ഡയഗണൽസ് ഈക്വൽ ആയിരിക്കണം. റെക്ടാംഗിൾ ആകാനുള്ളതോ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലെ? അപ്പൊ ഈ 2 പ്രത്യേകതകളും കൂടെ ഒരുമിച്ച് വരണം. അതായത് ഡയഗണൽസ് ഈക്വൽ ആയിരിക്കുകയും ചെയ്യണം, ഡയഗണൽസ് 90 ഡിഗ്രി ആയിരിക്കുകയും ചെയ്യണം അല്ലെ? അപ്പൊ അതിനുവേണ്ടി ഞാൻ വീണ്ടും ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോവാം. ഇപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ ഡയഗണൽ എ സി 7 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ബി ഡിയോ അതും 7 സെന്റിമീറ്റർ ആണ് അല്ലെ? പിന്നെ എന്താ വേണ്ടത്? ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആണ് അല്ലെ? 90 ഡിഗ്രി ആണ്, അതായത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമ്മുടെ അകത്തെ പാരലോഗ്രാം നോക്കിക്കേ, എല്ലാ സൈഡും 3.5 സെന്റിമീറ്റർ വെച്ചാ അല്ലെ? അതുപോലെ തന്നെ 90 ഡിഗ്രി അല്ലേ? അതായത് അകത്തെ പാരലോഗ്രാം എന്തായി? അതൊരു സ്ക്വയർ ആയി. അപ്പോൾ ഒരു സ്ക്വയർ ആകാനുള്ള കണ്ടീഷൻ എന്താ? ഡയഗണൽസ് ഈക്വലും ആയിരിക്കണം, പെർപെൻഡിക്കുലറും ആയിരിക്കണം. Diagonals of original quadrilateral are equal and perpendicular to each other, then we get square.
ഇവിടെ നമ്മൾ റോംബസ് ആകാനുള്ള കണ്ടീഷൻ പറഞ്ഞു, അതുപോലെ തന്നെ റെക്ടാങ്കിൾ ആകാനുള്ളത്, സ്ക്വയർ ആകാനുള്ളത്. ഇതെല്ലാം ആ ക്വാഡ്രിലാറ്ററലിന്റെ ഒറിജിനൽ ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണൽസിനെ ബേസ് ചെയ്താണ് വരുന്നത്.